കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പോലീസ് സൂപ്രണ്ട് സരുവിനോട് പറഞ്ഞു, അതെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളുടെ അച്ഛനെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറയാണ്. അത് കേട്ടപ്പോ സരയു പറഞ്ഞു, അല്ല അത് പിന്നെ സാറേ, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അതിന് മാത്രം പ്രായമൊന്നും ഇല്ലല്ലോ, നിങ്ങളുടെ കുഞ്ഞും ചെറുപ്പമല്ലേ, അപ്പൊ നിങ്ങൾക്ക് വേറൊരു വിവാഹം കഴിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കാം. ഇനിയിപ്പൊ അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോന്ന് പോലും അറിയത്തില്ല. മടങ്ങി വന്നാലും അവനെ പോലുള്ള ഒരുത്തിന് ഒരിക്കലും നിങ്ങൾ ഇനി ഇപ്പൊ ഭർത്താവായിട്ട് കാണാൻ കൂട്ടാക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നല്ലൊരു കല്യാണമൊക്കെ വെച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ഇത് കേട്ടപ്പോ സരി പറഞ്ഞു, വേണ്ട സാറേ, എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ കുഞ്ഞിന് ഇനിയിപ്പോ വേറൊരു അച്ഛൻ വേണ്ടാന്ന് പറയണ. വേണ്ടെങ്കിൽ വേണ്ട. അപ്പോഴേക്കും സരി പറഞ്ഞു, എന്റെ കുഞ്ഞിനെ നോക്കാനും ഞങ്ങളെയൊക്കെ നോക്കാനായിട്ടും മുമ്പ് സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ, കിരണും അതുപോലെ ചന്ദ്രസേനും അങ്കളും ഒക്കെ ഉണ്ടെന്ന്, അവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെയൊക്കെയാണല്ലോ അവര് പൊന്നുപോലെ നോക്കിക്കോളും. അങ്ങനെയാണെ പിന്നെ നിങ്ങളുടെ ഇഷ്ടം എന്താ ചെയ്യുക എന്നൊക്കെ സരുവിനോട് പറഞ്ഞു. സരു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. സരുവിന് ചില പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, മനോഹർ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പാറാവുകാരനുണ്ട്. അയാളോട് പറഞ്ഞു, അതെ എന്റെ ഭർത്താവ് അകത്ത് കിടക്കുന്നേ, എനിക്ക് അയാളെ കാണണമെന്ന് പറയണ. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അയാൾ പറഞ്ഞു, അങ്ങനെ അകത്തേക്ക് ഏറ്റുവിടാൻ പറ്റില്ല, ICU പോരാത്തന് അയാളൊരു തടവുപുള്ളിയല്ലേ, അപ്പൊ അയാളെ കാണാനായിട്ട് ആരെ അകത്തേക്ക് വിട്ടേക്കരുതെന്ന പ്രത്യേക ഓർഡർ ഉണ്ടെന്ന് പറയണം. ഇതെന്ത് വർത്താനം നിങ്ങൾ പറയുന്നേ? എനിക്ക് എന്റെ ഭർത്താവിനെ കാണാനുള്ള അവകാശമില്ലേ? അതെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങളെ അകത്തേക്ക് ഏറ്റുവിടാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ പോകാൻ നോക്കണം. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചു. ഇവരുടെ ഭർത്താവാണ് പോലും ഇവർക്ക് കാണണമെന്ന്. അതെ, ഇവിടെ ഭാര്യ ഭർത്താവെന്നൊക്കെ പറഞ്ഞ് എന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് ആരെയും അകത്തേക്ക് ഏറ്റുവിടത്തില്ല. നിങ്ങൾ വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. അതെന്ത് ഭർത്താനോ ഡോക്ടർ പറയണേ? എനിക്ക് കാണുന്ന അല്ല, നിങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പറയണേ, നിങ്ങളെ അകത്തേക്ക് ഏറ്റുവിടാൻ പറ്റില്ലെന്ന്. അല്ല, ഇപ്പോഴും നിങ്ങൾ അതിനെ അയാളുടെ ഭാര്യ തന്നെയാണോ എന്ന് ചോദിച്ചു. അതിന് സരിവ് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ സരിവ് മനസ്സിൽ കരുതി, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. തനിക്ക് കിട്ടിയ അവസരം താൻ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ താൻ ഇരുന്ന് കരയേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് അവനിട്ട് പണി കൊടുക്കുക തന്നെ വേണം. ദൈവമായിട്ട് ഇങ്ങനെ ഒരു അവസരം കൊണ്ട് തന്നിരിക്കുന്ന. പിന്നെ ഡോക്ടറുടെ ക്യാബിലേക്ക് സരിവ് വീണ്ടും ചെല്ലുവാണ്. ഡോക്ടറോട് എന്നിട്ട് പറഞ്ഞു, എന്ത് പരിപാടി സാറെ കാണിക്കുന്നേ? ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനെ കാണാനുള്ള അവകാശമില്ലേ, അതും ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയില്? അതെ, നിങ്ങളെ കാണാൻ ഞാൻ സമ്മതിച്ചാനോ, പക്ഷെ നിങ്ങൾ നല്ലൊരു ഭാര്യയായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് അവൻ ഇവിടെ വന്ന് കിടന്നിട്ടുണ്ട്, തല തല്ലി പൊട്ടി. എന്തിനാണെന്നറിയാലോ, നിങ്ങളാണ് അവന്റെ തലക്കിട്ടടിച്ചേ. നിങ്ങളെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. കിരണും ചന്ദ്രസാനും സാറൊക്കെ പറഞ്ഞ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാ. അപ്പൊ പിന്നെ നിങ്ങളെ ഞാൻ അകത്തേക്ക് കയറ്റിവിടുവോ? ഒരു കാരണവശാലും ഇല്ല. അവന് കുറച്ച് ജീവൻ ബാക്കിയുണ്ട്. ആ ജീവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അകത്തേക്ക് കയറി പോകുന്നേ? സരീവിന്റെ മനസ്സ് വായിച്ച പോലെയാണ് ഡോക്ടർ സംസാരിക്കണേ. അപ്പോഴേക്കും സരീവ് പറഞ്ഞു, സാർ എന്ത് വർത്താനാ പറയണേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇനി. അല്ലെങ്കിലും ഒരു മനുഷ്യൻ എപ്പോഴാ മാറ്റം ഉണ്ടാകാൻ പാടില്ലാത്തേ? ഞാൻ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതെ, നിങ്ങൾ മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടായില്ല, എനിക്കിവിടെ വിശ്വാസം വരണ്ടേ? അല്ല സാറേ, മോളെ കാണിക്കണമെന്നുണ്ട്. അയാളെ കൊണ്ടുവന്ന് മരിക്കാൻ കിടക്കുമല്ലേ, അപ്പൊ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മോളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മോളെ കൊണ്ടുപോരെ. ഇവിടെ വേറെ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക്, അവർ കൊണ്ടുപോയി മോളെ കാണിച്ചോളും. അതിന് നിങ്ങളകത്തേക്ക് കാണുന്ന ഒരു നിർബന്ധമില്ല. ഓഹോ, നിങ്ങൾ മരിച്ചു കഴിയുമ്പോഴെങ്കിലും അങ്ങനെ എന്നെ ഒന്ന് കാണിക്കോ ബോഡി? മരിച്ചു കഴിയുമ്പോൾ ആർക്ക് വേണേലും കാണാലോ, അതിനകത്ത് ഒരു പ്രശ്നമില്ല. തൽക്കാലത്തേക്ക് നിങ്ങൾ പോകാൻ നോക്ക്. ഇത് കേട്ടതും സരയും മനസ്സിലൊരു കാര്യം വിചാരിച്ചു. ഇയാളെന്നല്ല, ആരൊക്കെ തടഞ്ഞെന്ന് പറഞ്ഞാലും താൻ അകത്ത് കയറി മനോഹരനെ കാണും. അതുമാത്രമല്ല, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോഴേക്കും ഡോക്ടർ നിങ്ങൾ എന്താ പോകുന്നില്ലേ? ഇതിനു മുമ്പ് അയാളുടെ തലക്കടിച്ചിട്ട് അയാൾ ഇവിടെ കൊണ്ടൊന്ന് അഡ്മിറ്റ് ആക്കിയായിരുന്നു. അന്ന് പക്ഷെ നിങ്ങൾക്കെതിരെ കേസ് എടുത്തില്ല. അത് ഞാൻ ചെയ്തൊരു ഫേവറാണ്. കിരണും അവരൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. ബലമായിട്ട് കയറി കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ പിടിച്ച് പുറത്താക്കേണ്ട വരുമെന്ന് പറയണം. ഒടുവില് സരിയു അവിടെ നിന്ന് ഇറങ്ങി. സരിയുവിന് മനസ്സിലായി ഇനിയിപ്പോൾ അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന്. ഡോക്ടർ എന്താളും സമ്മതിക്കില്ലെന്നും മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ കിരണിനെ കാണാനായിട്ട് സരയു അങ്ങോട്ടേക്ക് വരുവാണ്. കിരണിനോട് പറഞ്ഞു, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ സന്തോഷ വാർത്ത? അവനുണ്ടല്ലോ മനോഹർ, അവന്റെ തല തല്ലി പൊളിച്ചു രാഹുല്. അത് നിന്റെ അച്ഛനോ? അതെ, എന്റെ അച്ഛൻ തന്നെ തല തല്ലി പൊളിച്ചിട്ടുണ്ട്. അവനിപ്പം ജീവിതത്തോട് മല്ലടിച്ചങ്ങനെ കിടക്കുവെന്ന് പറയണ. ജീവനും മരണത്തിനും ഇടയിലുള്ള സമയത്താ അവൻ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോഴേക്കും കിരണങ്ങൾ ഞെട്ടിപ്പോയി. കിരൺ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. എന്താടാ നിന്റെ മുഖത്തൊരു ഞെട്ടല്? അല്ല, അത് പിന്നെ പെട്ടെന്ന് കേട്ട് കഴിയുമ്പോ ആരാണെങ്കിലും ഞെട്ടൂലോ. എടാ, ഇത് പറ്റിയ അവസരം. അവൻ ഇത്രയും കാണും ജീവൻ ബാക്കിയുണ്ട്. നീ അവനെ പോയി അങ്ങ് തീർക്കണമെന്ന് പറയണ. നീ എന്തൊക്കെയാ സരിയോ പറയണേ? അതെ, നീ എനിക്ക് വാക്ക് തന്നേക്കുന്ന അവനെ തീർക്കാന്ന്. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോവരുത്. കാരണം ഉറപ്പായിട്ട് നീ അവനെ തീർക്കണം. നീ അങ്ങോട്ടേക്ക് ചെല്ലണം.
സരയു നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഞാൻ അവനെ ഒന്ന് പോയി കാണട്ടെ. പോയി കണ്ടിട്ട് തിരികെ വന്നിട്ട് കാര്യമില്ല, അറിയാലോ. കാണാൻ പോകുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കുന്ന, അവനെ തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അവനെ തീർക്കണം. ഇപ്പൊ നിനക്കൊക്കെ സമാധാനമായിരിക്കും ആ ഗംഗാപ്രസാദ് തീർന്നെന്ന് ഓർത്തോണ്ട്. എനിക്ക് സമാധാനമാകണമെങ്കിൽ അവനുണ്ടല്ലോ ആ മനോഹര, അവൻ തീർന്നാൽ മാത്രമേ എനിക്ക് സമാധാനം ആവത്തുള്ളൂ. ഇപ്പൊ തന്നെ അവൻ എൻ്റെ മോൾക്ക് അവകാശം പറഞ്ഞു തുടങ്ങി. ഇങ്ങനെ പോയിട്ടാണെങ്കിൽ എൻ്റെ മോളെ പോലും കൈവിട്ട് പോകുന്ന എനിക്ക് പേടിയുണ്ട്. സരയു, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് നിനക്ക് പറയാൻ പറ്റും. പക്ഷെ എൻ്റെ അവസ്ഥ അതല്ല. നീ എനിക്ക് വാക്ക് തന്നിരിക്കുന്ന അവനെ തീർത്തോളാന്ന്. ഈ ഭൂമിയിൽ എനിക്ക് ഒരേ ഒരു ശത്രു അവൻ മാത്രമേ ഉള്ളൂ, അറിയാലോ. എൻ്റെ അച്ഛൻ ഇപ്പൊ എനിക്കൊരു നല്ല പ്രവൃത്തി ചെയ്തു തന്നു. കാര്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ദുഷ്ടനൊക്കെ തന്നെയാണ്. പക്ഷെ അച്ഛൻ ചെയ്തു തന്ന ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ്. അതിന് അച്ഛനോട് എനിക്ക് നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കും. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, നീ എന്തൊക്കെയാ സരയു പറയണേ? ഈ അച്ഛൻ തന്നെയാണ് ദേ നിന്റെ പെറ്റമ്മയിൽ നിന്നെ അടർത്തി മാറ്റി അത്രയും വർഷത്തോളം നീ വേറൊരു സ്ത്രീയുടെ മകളായിട്ട് ജീവിച്ചിരുന്നത് നിനക്കറിയാലോ. ഇനി വീണ്ടും അതുപോലത്തെ ക്രൂരതകൾ ചെയ്യാനായിട്ട് നിന്റെ അച്ഛൻ മടിക്കില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സരയു പറഞ്ഞു, അയാൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും ഇനി എനിക്ക് പ്രശ്നമില്ല. കാരണം അവനെ കൊന്നു തന്നിട്ടുണ്ടെങ്കിൽ അതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്ന കാര്യം. എൻ്റെ അച്ഛൻ അതിനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛനോട് ഇപ്പോൾ ഇത്തിരി സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. സരയു, അത് പാടില്ല. നിന്റെ അച്ഛൻ ചെയ്ത ക്രൂരത എന്തൊക്കെയാണെന്നറിയാലോ. ഒരു ജീവിതം മാത്രമല്ല നശിപ്പിച്ച, എത്ര പേരുടെ ജീവിതം നശിപ്പിച്ചു, അതൊക്കെ നിനക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് സരയുവിനെ ഒന്ന് അണിനേപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. സരയു പറഞ്ഞു, കിരണേ, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. അവന് ഇത്തിരിയെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നീ അവനെ തീർക്കണം. അല്ലേ സാരമില്ല, ഞാനാണെങ്കിൽ അവനെ പോയി തീർക്കും. അവിടെ ഭയങ്കര പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാ. എന്നാലും കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും ഞാൻ അകത്ത് കടന്നിരിക്കും. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ചെയ്താട്ട്. നീ എനിക്ക് വാക്ക് തന്നിരിക്കുന്ന ചെയ്തു തരുമെന്ന്. നീ എന്നെ തള്ളിക്കളയലേടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണിന്റെ മുന്നിൽ കൈ കൂപ്പുവാണ്. പിന്നീട് സരയും കൂടെ പോയി കഴിഞ്ഞപ്പോൾ കിരൺ ആലോചിച്ചു, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി കിരണിന്. സരയു പോയി കഴിഞ്ഞപ്പോഴത്തേനും ഹരിസാറും ബൈജുവും രതീഷും കൂടെ കിരണിന്റെ അടുത്തേക്ക് വന്നു. പിന്നീട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഹരിസാറ് പറഞ്ഞു, ദേ കിരണെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു കാരണവശാലും ഇതേ അവളോടൊപ്പം കൂട്ടു നിൽക്കില്ല ഇതിനൊന്നും. കിരൺ പറഞ്ഞു, അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? മുമ്പത്തെ പോലെ ഒന്നും അല്ല. ഇപ്പം മനോഹറിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അത് കേട്ടതും ബൈജു പറഞ്ഞു, അത് ശരിയാ, ഒരു മനുഷ്യന് മാറ്റം വരാൻ അധികം സമയം വേണ്ടല്ലോ. രതീഷ് പറഞ്ഞു, ഞാനും ഈ നിൽക്കുന്ന ബൈജു ഒക്കെ ഒരു കാലത്ത് അങ്ങനെ നടന്നല്ലേ. അതിനുശേഷം കിരൺ സാറിന്റെ കൂടെ കൂടിയിട്ടല്ലേ ഞങ്ങൾക്ക് മാറ്റം ഉണ്ടായത്. കിരൺ പറഞ്ഞു, അത് ശരിയാ, ഒരു മനുഷ്യന് മാറ്റം വരാനായിട്ട് അധികം സമയമൊന്നും വേണ്ടെന്ന് പറഞ്ഞത്. ഒരു പക്ഷേങ്കില് ഇനിയിപ്പം മനോഹറിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ, അവനിപ്പം മുമ്പത്തെ പോലെ ഒന്നും അല്ല, നല്ലവനാ ശ്രമിച്ചുകൊണ്ടിരിക്കുവാന്ന എനിക്ക് കിട്ടിയ അറിവ്. അപ്പോഴേക്ക് ഹരിസാറ് പറഞ്ഞു, എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സരയും അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവന്റെ കഴുത്തിന് പിടിച്ച് ഞെരിക്കും, ഉറപ്പായിട്ടുള്ള കാര്യം. അതെ, അവളുടെ വിചാരം ഞാൻ അവനെ തീർത്ത് കളയുന്ന അങ്ങനൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാ അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നേ. എനിക്ക് അവളെ രക്ഷിച്ചേ മതിയാവുള്ളൂ എങ്ങനെയാണെങ്കിലും. കാരണം അവൾ എൻ്റെ കളിക്കൂട്ടുകാരിയാ. അവൾക്ക് ഇപ്പം നല്ല മാനസാന്തരം വന്നിട്ടുണ്ട്. താരാൻറ്റിയുടെ മോളാണ്. അതോടൊപ്പം തന്നെ ഷാരി ആൻറ്റിയുടെ വളർത്തുപുത്രിയാണ്. അപ്പൊ അവളെ വെറുതെ ഇങ്ങനെ ജയിലിലേക്ക് പറഞ്ഞുവിടാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അവൾ ഒരു കാരണവശാലും ഒരു അപകടത്തിലും പെട്ടുകൂടാ. അതിനു മുമ്പ് എന്തേലും ചെയ്യണം. ആ സമയം ഹരിസാറോട് ഒരു കാര്യം ചെയ്യേ, ആ ഡോക്ടറെ പരിചയം ഉണ്ടെന്നല്ല പറഞ്ഞേ, ഡോക്ടറോട് പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറ. അതെ, ഞാൻ പോയി ഡോക്ടറെ കാണാം, ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ പറയാം. സംശയമുള്ള ആരെ അകത്തേക്ക് ഏറ്റുവിടില്ലെന്ന് പോലും പറയാം. കാരണം സരയു എപ്പോഴും ഏത് സമയത്ത് വേഷം മാറി ചെല്ലുന്നതെന്നും പറയാൻ പറ്റില്ല. സരയുവിന് അത്രയ്ക്ക് നല്ല പകയുണ്ട്. കിരൺ പറഞ്ഞു, ഞാൻ അവനെ ഒന്നും ചെയ്തില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സരയു പിന്നെ അടങ്ങിയിരിക്കില്ല. അവനെ കൊല്ലാനായിട്ട് പിന്നാലെ നടക്കും. അവന് ഉറപ്പായിട്ടും കഴുത്തിരിച്ച് കൊല്ലത്തുള്ളൂ. അത് പാടില്ല. അതിനു മുമ്പ് തടഞ്ഞേ മതിയാവുള്ളൂ. എന്തെങ്കിലും ചെയ്യണം. എന്നാൽ ശരി, കിരൺ സാറ് പോയിട്ട് വാ എന്നൊക്കെ രതീഷ് പറഞ്ഞു. അങ്ങനെ കിരൺ അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് ബൈജു പറഞ്ഞു, ഈ പറയുന്ന സരയു ഒരു കാലത്ത് എങ്ങനെയായിരുന്നു? എല്ലാരെയും കൊല്ലാൻ വേണ്ടി നടന്നല്ലേ. ഇപ്പോഴല്ലേ അവൾക്ക് മാനസാന്തരം ഉണ്ടായത്. പക്ഷെ എന്നാലും പറയാൻ പറ്റില്ല, മിക്കവാറും ആ മനോഹറിനെ അവള് തീർത്ത് കളയുന്നൊക്കെ ഹരിസാറും പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കിരൺ ഡോക്ടറെ കാണാനായിട്ട് വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറോട് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, അവനിവിടെ തലയ്ക്ക് അടിയേറ്റ് കിടപ്പുണ്ട്, കുറച്ച് സീരിയസ് അവന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ സരയു വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പത്തേന് കിരൺ പറഞ്ഞു, ഒരു കാരണവശാലും അവളെ കാണിക്കരുത്. അവളുടെ സ്വഭാവം അറിയാലോ. അവനെ കൊല്ലണമെന്നും പറഞ്ഞ് അടക്കുക. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അവനെ കൊല്ലണമെന്നും പറഞ്ഞു ഒരേ വാശിയില്ല. അത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാ അവളെ അകത്ത് കയറ്റി വിടാത്തെ. അതിന്റെ ദേഷ്യത്തിൽ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാ പോയിരിക്കുന്നത്. അതൊന്നും ഓർത്ത് ഡോക്ടർ പേടിക്കൊന്നും വേണ്ട. എനിക്ക് അവളെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ. ഒരു കാരണവശാലും അവളെ ഒരു കൊലയാളിയായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല, അകത്ത് കിടക്കുന്ന മനോഹറിന് ഇപ്പൊ കുറെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കേട്ടതും ഡോക്ടർ പറഞ്ഞു, അത് എനിക്കും തോന്നിയതാ. പക്ഷെ അവന്റെ കഥയൊക്കെ പത്രത്തിൽ വായിച്ചു കേട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ദേഷ്യമായിരുന്നു അവനോട്. ആ സമയം കിരൺ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ എങ്കില് അവൻ നന്നായിട്ട് അഭിനയിക്കുമെങ്കിലും ഇപ്പോഴെന്താണെങ്കിലും അഭിനയിക്കുന്നതായിട്ട് തോന്നില്ല. ഡോക്ടർ പറഞ്ഞു, അതെ, ഇപ്പൊ അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, അവന്റെ മോള്
അർത്ഥബോധാവസ്ഥയിൽ അവനൊരു പേര് വിളിച്ചോണ്ടിരുന്ന കൺമണിന്ന്. പിന്നെയാണ് മനസ്സിലാകുന്ന കൺമണി ആരാന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ മോളാന്നുള്ള കാര്യം മനസ്സിലായത്. അത് അവനീ വല്ലെന്ന് മനസ്സിലായി. അവന്റെ മോളെ അത്രയ്ക്ക് ജീവനാണ്. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അത് ശരിയാ. അവന് ഈ കുഞ്ഞിനോടൊപ്പം കൺമണിയോടൊപ്പം മാത്രമാണ് ഇത്രയും കാലം ജീവിച്ചത്. അതുകൊണ്ട് അവന്റെ ജീവനാണ് ആ കുഞ്ഞ്. അവന് ആ കുഞ്ഞിനെ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കത്തുകൾ എഴുതുമായിരുന്നു. ഒരു തവണ ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സരയും കൂടെ കുഞ്ഞിനെ കൊണ്ടേ കാണിച്ചു. പക്ഷെ അത് സരുവിന് ഇഷ്ടപ്പെട്ടില്ല. കൊണ്ടേ കാണിച്ചതൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവൾ അപകടകാരിയാണ്. അവൾ ഇനി വന്നിട്ട് ചിലപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല. കിരൺ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒന്ന് സൂക്ഷിക്കണം ഡോക്ടറെ. ചിലപ്പോൾ എപ്പോഴും ഏത് നിമിഷം അവൾ ഇങ്ങോട്ട് കടന്നു വരുന്നതും പറയാൻ പറ്റില്ല. പിന്നെ കിരണിന്റെ കാര്യം ഞങ്ങൾക്കറിയാം. കിരൺ വേണേ കയറി കണ്ടോളാൻ പറയണം. കിരൺ അപകടകാരിയല്ലെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവരോട് പാറാവനോട് വിളിച്ചു പറഞ്ഞോളാം കിരണിനകത്തേക്ക് ഏറ്റു വിട്ടോളാൻ. ആ സമയം കിരൺ പറഞ്ഞു, ഓക്കെ, ഒത്തിരി നന്ദിയുണ്ട് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മനോഹറിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന് സന്തോഷമായി. മനോഹർ പറഞ്ഞു, കിരൺ സാറേ, എൻ്റെ മോളെ എനിക്കൊന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടി പറ്റുമോ? അത് കേട്ടപ്പം കിരൺ പറഞ്ഞു, അത് പിന്നെ എനിക്കറിയാം. സരി പറഞ്ഞാൽ സമ്മതിക്കില്ല. സരി അറിയാതെ കൊണ്ടുവന്ന് കാണിച്ചാൽ മതി. ഇനി എനിക്ക് എത്ര ദിവസമാണെന്നും പറയാൻ പറ്റില്ല. എൻ്റെ ദിവസം എണ്ണപ്പെട്ട് കഴിഞ്ഞു. ആ രാഹുൽ എന്നോട് ചെയ്തേ, അല്ലെങ്കിൽ തക്കം പാർത്തിരിക്കുമായിരുന്നു എന്നെ തീർക്കാനായിട്ട്. അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ തീർക്കാൻ നോക്കി. പക്ഷെ എനിക്ക് ഒരല്പം ജീവൻ ബാക്കിയുണ്ട്. പക്ഷെ എത്ര നാളത്തേക്കൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ മോളെ അവസാനമായിട്ടാണ് കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. സാറിൻ്റെ ആഗ്രഹം നിറവേറ്റി തരില്ല എന്നൊക്കെ പറയണം. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അത് പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയാലും ആ രാഹുൽ എന്നെ വെറുതെ വിടുമെന്ന് തോന്നില്ല. കിരൺ പറഞ്ഞു, നിന്നേക്കാളും വലിയ ദുഷ്ടതകളൊക്കെ കാണിച്ചവനാ അവൻ ആ രാഹുൽ. എന്നിട്ടാണ് അയാൾ ഇപ്പം കഴിയണത്. സാറേ, ഒരു പക്ഷേ രാഹുൽ അല്ലെങ്കിൽ സരിയും എന്നെ തീർക്കും. അതങ്ങനെ ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ. അങ്ങനെ ഇനിയിപ്പോൾ സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എൻ്റെ മോളെ അവസാനമായിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറയണം. കിരൺ പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തിരിയുമ്പോഴത്തേനും മനോഹർ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല സാറേ, അവൻ ജീവിച്ചിരിപ്പുണ്ടോ ആ ഗംഗാപ്രസാദ്? ഒരു നിമിഷം കിരൺ പറഞ്ഞു, ആർക്കറിയാം, ഉണ്ടോ ഇല്ലെന്നും ഉറപ്പില്ലെന്ന് പറയണം. സാറേ, ജീവിച്ചിരിപ്പുണ്ടെ സൂക്ഷിക്കണം. അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. കാരണം കൊല്ലാൻ പോലും മടിയില്ലാത്തവനാണ് അവന്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം നടക്കാനെന്നൊരു ഉപദേശം കൂടെ കൊടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.